വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ ടെൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെൻസ് പഠിക്കുന്ന സമയത്ത് അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത്. നമ്മൾ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സമയത്തെല്ലാം സിമ്പിൾ പാസ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ സിമ്പിൾ പാസ്റ്റ് തെറ്റില്ലാതെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം എന്നത് പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഓൾറെഡി ഈസി ഇംഗ്ലീഷ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നീ 4 ടെൻസും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാം, പ്ലേലിസ്റ്റ് ലിങ്ക്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈ ടെൻസുകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതും അവിടെ വെച്ചിട്ട് ഈ വീഡിയോസ് കാണാവുന്നതും അത് പഠിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇത് 5ാമത്തെ ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം, അതുപോലെ തന്നെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു ടെൻസാണ്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. സ്ട്രക്ചറിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എല്ലാ സെൻറ്റൻസിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ ഇഫ് എനി എന്നെഴുതിയിരിക്കുന്നത് ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. അപ്പോൾ V2 എന്നുള്ള പറഞ്ഞാൽ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. ഇതെല്ലാം മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വേർബ്സിന് 3 ഫോംസ് ആണുള്ളത്, V1, V2, V3. അതിൽ V2 ഫോമാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ V2 ഫോം കാണുന്നോ അവിടെ ഉറപ്പിക്കാം ആ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കിവിടെ V2 ഫോം യൂസ് ചെയ്യാം എന്നുള്ളത് വേണം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. I went to the public library yesterday. ഞാൻ പോയി ഇന്നലെ പബ്ലിക് ലൈബ്രറിയിലേക്ക് ഇന്നലെ പോയി എന്നാണ് അർത്ഥം. I went to the public library yesterday. ഞാൻ ഇന്നലെ പബ്ലിക് ലൈബ്രറിയിൽ പോയി. ഇവിടെ നോക്കൂ, അണ്ടർലൈൻ ചെയ്ത ഭാഗം went എന്നുള്ളതാണ്. അത് ആണ് വേർബ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. go എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, 1ാമത്തെ രൂപം. അതിൻ്റെ V2 ഫോം പാസ്റ്റ് ഫോമായ went ആണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർക്ക് ആദ്യമായിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ V1, V2, V3. അവർക്ക് വേണ്ടി ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മുമ്പുള്ള വീഡിയോസ് കൂടെ നിങ്ങൾക്ക് കണ്ടു വരുമ്പോഴേ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ആദ്യം മുമ്പുള്ള വീഡിയോസ് കാണാനും അതിനുശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനുമാണ്. അപ്പോൾ ഇതാണ് വേർബിൻ്റെ ഫോംസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ മെയിൻ വേർബ്സിനെല്ലാം ഇങ്ങനെ 3 ഫോംസ് കാണും. അപ്പോൾ ഇത് ഒന്ന് വായിക്കാം. ടേക്ക്, ടുക്ക്, ടേക്കൺ, അല്ലേ? അതിൽ V1, V2, V3 ഫോംസ് കാണാം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് V2 ഫോമിനെയാണ്. ഓക്കെ, ഈ V2 ഫോംസ് ആണ് പാസ്റ്റ് ടെൻസിൽ വരിക, ഇവിടെ സിമ്പിൾ പാസ്റ്റിൽ വരിക. ഷേക്ക്, ഷുക്ക്, ഷേക്കൻ, വേക്ക്, വോക്ക്, വോക്കൻ, കട്ട്, 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 ലെറ്റ്, 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 ലുക്ക്, ലുക്ഡ്, ലുക്ഡ്, വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്, സ്റ്റേ, സ്റ്റേഡ്, സ്റ്റേഡ്. ഒരുപാട് വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്, എല്ലാം പഠിക്കണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക, അവിടെ വേർബ് ഫോംസ് എന്ന് അടിച്ചാൽ മതി, ഇഷ്ടംപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും. അതെല്ലാം നിങ്ങൾ വായിക്കുക, പഠിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ V2 ഫോംസ് ആണ് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാം. they were hungry. ഓക്കെ, അത് were എന്നുള്ളത് V2 ഫോം തന്നെയാണ്. ബി എന്നുള്ള ഒരു വേർബിൻ്റെ V2 ഫോമാണ് were എന്നുള്ളത്. was or were ആണ്. ഇവിടെ they ആയതുകൊണ്ട് were ആയി. they were hungry. അവർക്ക് വിശന്നു, അല്ലെങ്കിൽ അവർ വിശന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ കാണാം. എവറിബഡി പ്ലേഡ് വെൽ. എല്ലാവരും നന്നായിട്ട് കളിച്ചു, അല്ലേ? അവിടെ സബ്ജക്റ്റ് എവരിബഡി, പ്ലേഡ് V2 ഫോമാണ്. പിന്നെ വെൽ എന്നുള്ളത് ആഡ്വേർബ് ആണ്, അത് ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, അതാണ് ഇഫ് എനി നമ്മൾ മുകളിൽ കണ്ടോ, ഒബ്ജക്റ്റ് ഇഫ് എനി. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, ഇതല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിട്ട് മറ്റെന്തെങ്കിലും. ഓക്കെ, ഇവിടെ ആഡ്വേർബ് ആയ വെൽ ആണ് ചേർത്തിട്ടുള്ളത്. നെക്സ്റ്റ്, സഞ്ജയ് ഗോട്ട് എ ന്യൂ ജോബ്. സഞ്ജയ്ക്ക് ഒരു പുതിയ ജോലി ലഭിച്ചു. സഞ്ജയ് ഗോട്ട് എ ന്യൂ ജോബ്. ഇവിടെ ഗോട്ട് എന്നുള്ളതാണ് വേർബ്, അതിൻ്റെ V2 ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ല, തേർഡ് ഫോം അല്ല, V2 ഫോം. ഐ ബോട്ട് എ പെൻ. ഞാനൊരു പേന വാങ്ങി. ഓക്കെ, അതിൽ സബ്ജക്റ്റ് ഐ ആണ്, വേർബ് ബോട്ടാണ്, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, അത് എ പെൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബൈ എന്നുള്ളതാണ് V1 ഫോം, V2 ഫോം ബോട്ട്. ഇനി ഇതിൻ്റെ യൂസസ് ഒന്ന് പഠിച്ചു നോക്കാം. എന്താണ് ഇതിൻ്റെ യൂസ്? ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ ഓർ ഇവൻറ്റ്, അല്ലേ? കഴിഞ്ഞു പോയൊരു കാര്യം സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയൊരു കാര്യം എന്തോ ആവട്ടെ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ
സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദ ടൈം ഓഫ് ആക്ഷൻ മേ ഓർ മേ നോട്ട് ബി ഇൻഡിക്കേറ്റ് എന്ന് സൂചിപ്പിക്കുക. അതായത് സമയം, കഴിഞ്ഞു പോയ ആക്ഷൻ്റെ സമയം, എപ്പോഴാണ് ആ ഒരു പ്രവൃത്തി നടന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സമയം അവിടെ സൂചിപ്പിക്കാം, സൂചിപ്പിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ടൈം യെസ്റ്റർഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇയർ, ഡേറ്റ്, മന്ത് ഒക്കെ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അത് സ്പീക്കറുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ സ്പീക്കർ താല്പര്യമുണ്ടെങ്കിൽ ടൈം ഓഫ് ദ ആക്ഷൻ കൊടുക്കാം, ആക്ഷൻ്റെ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇവിടെ നോക്കൂ, ദ എലഫന്റ് സ്റ്റുഡ് ഓൺ 2 legs. ആന 2 കാലുകളിൽ നിന്നു. ഇവിടെ ടൈം ഓഫ് ദ ആക്ഷൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, ഹി സ്പോക്ക് വെരി എലക്വൻ്റ്ലി. അദ്ദേഹം വളരെ വാചാലമായി സംസാരിച്ചു. ഇവിടെ സ്പോക്ക് എന്നുള്ളതാണ് വെർബ് ക്രിയ, അത് V2 ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഫോമാണ്. സ്പീക്ക് എന്നുള്ളത് 1ാമത്തെ ഫോമാണ്. ഓക്കെ, അതിൻ്റെ V2 ഫോമായ സ്പോക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിലോ എലഫൻറ്റ് സ്റ്റുഡ് എന്നുള്ളതാണ് വെർബ്. ഫസ്റ്റ് ഫോമായ സ്റ്റാൻഡ് എന്നാണ് ഫസ്റ്റ് ഫോം, അതിൻ്റെ V2 ഫോമായ സ്റ്റുഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ഇവിടെ ഉപയോഗിച്ചത്. ഇനിയോ രണ്ടാമത്തെ യൂസിലേക്ക് പോവാം. ടു ഡിനോട്ട് എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് ഇൻ ദ സെൻസ് ഓഫ് യൂസ്ഡ് ടു. അതായത് ഭൂതകാലത്തിൽ, അതായത് കഴിഞ്ഞു പോയ കാലം, അവിടെ നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും, യൂസ്ഡ് ടു എന്നുള്ള എക്സ്പ്രഷന് പകരമായിട്ട്. അപ്പോൾ യൂസ്ഡ് ടു എന്നുള്ള എക്സ്പ്രഷൻ എവിടെയാണ് ഉപയോഗിക്കുക? അത് ചില ആൾക്കാർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടാവും. നിങ്ങൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് സ്ഥിരമായ ഒരു കാര്യം ചെയ്തിരുന്നു. ഇപ്പം നിങ്ങൾ ചെറുപ്പത്തിൽ ബാലരമ എന്ന പുസ്തകം സ്ഥിരമായി വായിച്ചിരുന്നു, ഇപ്പോഴില്ല. എങ്ങനെ പറയും? ഐ യൂസ്ഡ് ടു റീഡ് ബാലരമ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഐ യൂസ്ഡ് ടു റീഡ് ബാലരമ ഇൻ മൈ ചൈൽഡ്ഹുഡ്. അവിടെ യൂസ്ഡ് ടു റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായി എൻ്റെ ചെറുപ്പകാലത്ത് വായിച്ചിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ആ യൂസ്ഡ് ടുവിന് പകരമായിട്ട് നമുക്ക് നേരെ ഡിറക്റ്റായിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, അതായത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. എഡിസൺ സോൾഡ് ന്യൂസ് പേപ്പേഴ്സ് ബിഫോർ ഹി ബിക്കെയിം എ ഫേമസ് ഇൻവെൻറ്റർ. ഇവിടെ ശരിക്കും 2 വേർബ്സാണ് ഉള്ളത്. 2 വേർബ്സും സിമ്പിൾ പാസ്റ്റിലാണ്. ഇവിടെ 1ാമത്തെ വേർബ് സോൾഡ്, അതാണ്. സെൽ, വിൽക്കുക എന്നുള്ള V1 ഫോമിൻ്റെ V2 ഫോമായ സോൾഡ് ആണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ വേർബ് ബിക്കം, ആയിത്തീരുക എന്നുള്ള വേർബിൻ്റെ 1ാമത്തെ ഫോമിൻ്റെ 2ാം ഫോമായ ബിക്കെയിം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അർത്ഥം, പ്രശസ്ത കണ്ടുപിടുത്തക്കാരാകുന്നതിന് മുൻപ് എഡിസൺ പത്രങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിസൺ സോൾഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എഡിസൺ ഒറ്റ തവണ മാത്രം ന്യൂസ് പേപ്പേഴ്സ് വിറ്റു എന്നല്ല, മറിച്ച് അദ്ദേഹം സ്ഥിരമായി ന്യൂസ് പേപ്പേഴ്സ് വിൽക്കുമായിരുന്നു. അത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. യൂസ്ഡ് ടുവിന് പകരമായിട്ടാണ് ഇവിടെ എഡിസൺ സോൾഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് ഉപയോഗിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. എങ്ങനെ? എഡിസൺ യൂസ്ഡ് ടു സെൽ. യൂസ്ഡ് ടു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെല്ലാണ്, V1 ഫോമാണ് വരിക. ഇവിടെ V2 ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ യൂസ്ഡ് ടു ഒഴിവാക്കിയിട്ട് അതിന് പകരം V2 ഫോം ഡയറക്റ്റ്ലി സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എഡിസൺ സോൾഡ് ന്യൂസ് പേപ്പേഴ്സ് ബിഫോർ ഹി ബിക്കെയിം എ ഫേമസ് ഇൻവെൻറ്റർ. ഓക്കെ, അങ്ങനെയും പറയാം. അതല്ലെങ്കിൽ എഡിസൺ യൂസ്ഡ് ടു സെൽ ന്യൂസ് പേപ്പേഴ്സ് ബിഫോർ ഹി ബിക്കെയിം എ ഫേമസ് ഇൻവെൻറ്റർ. അർത്ഥം ഇതാണ്, അദ്ദേഹം പ്രശസ്ത കണ്ടുപിടുത്തക്കാരാവുന്നതിന് മുൻപ് ധാരാളം പത്രങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. എഡിസൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ ഇതേ യൂസിൽ. ഇൻ മൈ യൂത്ത് ഐ ടുക്ക് എക്സസൈസ് എവറി ഡേ. എൻ്റെ ചെറുപ്പത്തിൽ, ഇപ്പോൾ വൃദ്ധനായ ഒരാളായിരിക്കും പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്യുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ദിവസവും വ്യായാമം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഐ ടുക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് എക്സസൈസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഐ ടുക്ക് എക്സസൈസിന് പകരം നിങ്ങൾക്ക് എങ്ങനെ കൂടെ ചേർക്കാം? ഐ യൂസ്ഡ് ടു ടേക്ക്. യൂസ്ഡ് ടു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ V2 ഫോം ചേർക്കാൻ പാടില്ല, V1 ഫോമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇൻ മൈ യൂത്ത് ഐ യൂസ്ഡ് ടു ടേക്ക് എക്സസൈസ് എവറി ഡേ എന്ന് ചേർക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഇൻ മൈ യൂത്ത് ഐ ടുക്ക് എക്സസൈസ് എവറി ഡേ എന്നും ചേർക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഷീ സ്റ്റഡീഡ് മെനി അവേഴ്സ് എവറി ഡേ. പണ്ട് അവൾ നന്നായിട്ട് ഒരുപാട് സമയം പഠിച്ചിരുന്നു. അവൾ ദിവസവും ധാരാളം മണിക്കൂർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷീ സ്റ്റഡീഡ് മെനി അവേഴ്സ് എവറി ഡേ. ഇനി എങ്ങനെ നെഗറ്റീവിലേക്ക് സിമ്പിൾ പാസ്റ്റിനെ കൺവേർട്ട് ചെയ്യാം, നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ആക്കാം? ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് സെൻറ്റൻസസാണ്. ഇതിലൊന്നും നെഗറ്റീവ്
നെഗറ്റീവായിട്ടുള്ള എലമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി എങ്ങനെ ഇവ നെഗറ്റീവ് ആക്കാൻ നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ്, അത് എല്ലാ സബ്ജക്റ്റിനും സെൻറ്റൻസും അങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ഇഫ് എനി. ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആകുമെന്ന് വേണ്ട, വളരെ എളുപ്പമാണ്. എക്സാമ്പിളിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ഹി ബീറ്റ് മീ, അവൻ എന്നെ ബീറ്റ് ചെയ്തു, തല്ലി, അടിച്ചു. ഹി ബീറ്റ് മീ. അവിടെ ബീറ്റ് എന്നുള്ളത് V2 ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വെർബിൻ്റെ സെക്കൻഡ് ഫോം. ബീറ്റിൻ്റെ ഫസ്റ്റ് ഫോമും അത് തന്നെയാണ്, ബീറ്റ് ബീറ്റ് ബീറ്റർ. ബീറ്റ് V1 ഫോം, ബീറ്റ് അത് തന്നെയാണ് V2 ഫോം, പിന്നെ V3 ഫോം ബീറ്റർ. ഇവിടെ V2 ഫോമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹി ബീറ്റ് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ തല്ലി, ഹി ബീറ്റ് മീ. അപ്പോൾ അത് നെഗറ്റീവ് ആക്കിയ സമയത്ത് എന്താ മാറ്റം വന്നത്? ഡിഡിൻ ബീറ്റ് മീ. അപ്പോൾ ഹി, പിന്നെ ഡിഡ് നോട്ട്, ഹി ഡിഡിൻറ്റ്, പിന്നെ V1 ഫോം, ബീറ്റ് എന്ന V2 ഫോമിൻ്റെ ഫസ്റ്റ് ഫോമായ ബീറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹി ഡിൻറ്റ് ബീറ്റ് മീ. ക്ലിയർ അല്ലേ? ഹി ബീറ്റ് മീ അതിൻ്റെ നെഗറ്റീവ് ഫോം, ഹി ഡിഡ് നോട്ട് ബീറ്റ് മീ. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ, നെഗറ്റീവ് ആക്കിയ സെൻറ്റൻസിലെ ബീറ്റ് V1 ഫോമാണ്. എന്നാൽ ഇതിൻ്റെ ഒന്നാമത്തെ സെൻറ്റൻസ് ഹി ബീറ്റ് മീയിൽ V2 ഫോമാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസിലേക്ക് വരൂ. ഷീ സ്കോർഡ് ഫുൾ മാർക്സ്. ഷീ സ്കോർഡ് ഫുൾ മാർക്സ്. അപ്പോൾ അത് നെഗറ്റീവ്. ഷീ ഡിഡ് നോട്ട് സ്കോർ ഫുൾ മാർക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ V1 ഫോമേ ചേർക്കാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, യൂസ്ഡ് ടുവിന് ശേഷം V1 ഫോമാണ് ചേർക്കുക. അതേപോലെ തന്നെ ഡിഡ് നോട്ടിന് ശേഷം V1 ഫോമേ ചേർക്കാൻ പാടുള്ളൂ. ചില ആൾക്കാർ ഡിഡ് നോട്ടിന് ശേഷം വീണ്ടും V2 ഫോം ചേർക്കും. അത് തെറ്റാണ്. അപ്പോൾ ഗ്രാമർ തെറ്റിപ്പോവും. എഡിറ്റിങ്ങിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഷീ സ്കോർഡ് ഫുൾ മാർക്സ് എന്നുള്ളത് പോസിറ്റീവ് സെൻറ്റൻസ് ആയി വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഷീ ഡിഡ് നോട്ട് സ്കോർ ഫുൾ മാർക്സ്. സ്കോർഡ് എന്നുള്ളത് V2 ഫോമാണ്. അതിൻ്റെ V1 ഫോമാണ് സ്കോർ എന്നുള്ളത്. ആ V1 ഫോമാണ് നെഗറ്റീവ് ആക്കിയ സമയത്ത് നമ്മൾ താഴെ ചേർത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഐ കംപ്ലീറ്റഡ് ദ ടാസ്ക്. ആൻഡ് നെഗറ്റീവ് ഫോം ഐ ഡിഡിൻറ്റ് കംപ്ലീറ്റ് ദ ടാസ്ക്. ഐ ഡിഡിൻ എന്ന് പറഞ്ഞാൽ ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ ടാസ്ക്. കണ്ടോ, ഇവിടെ നെഗറ്റീവ് ആയ സമയത്ത് V1 ഫോമിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ അതിൻ്റെ V2 ഫോം ചേർക്കാൻ പാടില്ല. ഡിഡിന് ശേഷം V1 ഫോം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ കംപ്ലീറ്റഡ് ദ ടാസ്ക്. അപ്പോൾ കംപ്ലീറ്റഡ് എന്നുള്ളത് V2 ഫോമാണ്. അതിൻ്റെ നെഗറ്റീവായിട്ട് ഐ ഡിൻ കംപ്ലീറ്റ് ദ ടാസ്ക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എന്താണ്? V1 ഫോമാണ് വരുന്നത്. അപ്പോൾ ഡിഡ് പ്ലസ് V1, ഐ ഡിൻറ്റ് കംപ്ലീറ്റ് ദ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.